നമസ്കാരം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് 5 മിനിറ്റ് കൊണ്ട് ഞാനിത് പറഞ്ഞു തരാം. പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. അതിനായിട്ട് വേണ്ടത് ക്യാപ്സിക്കം, ഒണിയൻ, റെഡ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്രീന്, യെല്ലോ ഇതെല്ലാം നല്ല സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യുക. ഒണിയൻ ഇതുപോലെ ഒന്ന് പീൽ ചെയ്തെടുക്കുക, അതിൻ്റെ ഇത് മാത്രമായിട്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക്ക് നല്ല ചെറുതായിട്ടൊന്ന് പൊടിയായിട്ട് അരിയുക. സ്പ്രിംഗ് ഒണിയൻ കട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ ഒരു 1/2 കിലോ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. ഇത് സോയാ സോസാണ്. അതിലേക്ക് ഞാൻ കോൺഫ്ലോർ, പെപ്പർ പൗഡർ നമ്മൾ വീട്ടിൽ പൊടിച്ചതാണ്, അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ് ആവശ്യത്തിന് ഇടുക. പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്യാവുന്ന നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ വെക്കുക. അതിനുശേഷം ടേസ്റ്റൊന്നും ഇല്ലാത്ത, പ്രത്യേകിച്ച് കോക്കനട്ട് ഓയിൽ അല്ലാതെ ഒരു ടേസ്റ്റ് ഇല്ലാത്ത, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്, അതിലേക്ക് ചിക്കൻ ഇട്ടൊന്ന് ഫ്രൈ ചെയ്യുക. ഒരു കുറച്ച് കഴിയുമ്പം ഇതുപോലൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു കുറച്ച് സമയം അതൊന്ന് ഒരുപാടങ്ങ് നന്നായിട്ട് മൂക്കാൻ നിൽക്കേണ്ട. ഇപ്പോൾ ഒരു പാവമാകുമ്പോൾ നമുക്കതെടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്ത് വെച്ചതിന് ശേഷം വേണം ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ. ഞാൻ സോയാ സോസ് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ചില്ലി സോസ്, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ ചൈനീസ് ഡിഷ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിലാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ കിട്ടും. ഞാനിത് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ആദ്യം ജിഞ്ചർ ഗാർലിക് ഇട്ടു, അതിനുശേഷം ഉള്ളി ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ആയി കഴിയുമ്പോൾ ക്യാപ്സിക്കം ഇടുക. ക്യാപ്സിക്കം ഇട്ട് ഞാനിത് സ്പീഡിൽ കാണിക്കുന്നതേ ഉള്ളൂ. നമുക്കൊരു പച്ചപ്പ് മാറാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി വെക്കുക. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പിട്ടു. ഇപ്പോൾ ആവശ്യത്തിന് നമുക്ക് എത്രയാണ് നമ്മൾ ക്വാണ്ടിറ്റി എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി. ഇപ്പോൾ ക്യാപ്സിക്കം ഞാൻ ഒരു 3 കളറിലാണ് എടുക്കുന്നതെങ്കിൽ ഒരു ക്യാപ്സിക്കത്തിന് പകുതിയോളമാണ് എടുത്തേക്കുന്നത്. 2 സവോള എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, ഒരു 1/2 ഇഞ്ച് ഇഞ്ചിയുമാണ്. പിന്നെ ഞാൻ കലക്കി വെച്ചിരിക്കുന്ന ആ സോസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇളക്കാം. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, കോൺഫ്ലോർ നമ്മൾ വെള്ളത്തിനകത്ത് കലക്കി ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കലക്കി വെച്ചേക്കുക. അതൊന്ന് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ഒഴിക്കുക. നമുക്ക് ഒരുപാട് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കൂടുതൽ ഒഴിക്കുക. അതെല്ലാം നല്ലൊരു ഡ്രൈ ഇതാണ് വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാനിവിടെ ഒരു സെമി ഗ്രേവി ടൈപ്പാണ്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യുക. ചിക്കനൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ കുറച്ച് സമയം എടുക്കുന്നുണ്ട്, ഞാൻ സ്പീഡിൽ കാണിക്കുന്നതാണ് കേട്ടോ. കുറച്ച് സമയം എടുത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ഒരു ടേസ്റ്റിയാണ് ചില്ലി ചിക്കൻ. സ്പ്രിംഗ് ഓണിയൻ്റെ പച്ച പോർഷൻ കൊണ്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ മല്ലിയില വെച്ച് വേണമെങ്കിലും നമുക്ക് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ ഫൈനലി ചില്ലി ചിക്കൻ റെഡിയായി. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ. താങ്ക്